ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നിപ്പോൾ നാരായണീയത്തിൽ 6ാമത്തെ ദശകം വിരാട് സ്വരൂപ വർണ്ണന, അതിൽ 7ാമത്തെ ശ്ലോകം വായിച്ചിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. അപ്പോൾ ഇതുവരെയുള്ള ശ്ലോകങ്ങളൊക്കെ അർത്ഥസഹിതം ഓരോ ശ്ലോകങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പൃഷ്ടം ധ്വധർമ്മ ഇഹ ദേവമനസ്സുതാംശുര്യവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിസമുദ്രനിവഹ വസനന്തു സന്ധ്യേ ഛേഭ പ്രജാപതിരസൗ വൃഷണൗ ജമിത്രഃ. നമ്മൾ ഭഗവാന്റെ ഓരോരോ അവയവങ്ങൾ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. പൃഷ്ടന്ധ്വധർമ്മ, അത് നമ്മൾ പദം പൃഷ്ടം പ്ലസ് തു പ്ലസ് അധർമ്മ ഇങ്ങനെയാണ് വരുന്നത്. പൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻഭാഗം, പുറകിലത്തെ ഭാഗം. തു പറഞ്ഞ ആകട്ടെ. അധർമ്മ, ഭഗവാന്റെ ആ പിൻഭാഗം എന്ന് പറയുന്നത് എന്താണ്? അധർമ്മമാകുന്നു എന്ന് പറയാണ്. ഇഹദേവ മനസ്സുതാംശു. ഇഹ പറഞ്ഞ ഇവിടെ, ദേവ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ്. മനഃ പറഞ്ഞ മനസ്സ്. സുധാംശു, സുധ എന്ന് പറഞ്ഞാൽ എന്താണ്? അമൃത്. അംശു എന്ന് പറഞ്ഞ രശ്മി. അപ്പോൾ അമൃതകരണം പൊഴിക്കുന്നവൻ ആരാണത്? ചന്ദ്രൻ. അപ്പോൾ ഭഗവാന്റെ മനസ്സ് എന്ന് പറയുന്നത് ചന്ദ്രനാകുന്നു. അവ്യക്തമേവ ഹൃദയാംബുജം അംബുജാക്ഷ. അംബുജാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഇങ്ങനെ മേൽപ്പത്തൂർ വിളിക്കുന്നതാണ് അംബുജാക്ഷൻ. ഹൃദയാംബുജം, അംബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം. അപ്പോൾ ജലത്തിൽ നിന്നാണ് താമര ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ താമരയുടെ കണ്ണോട് കൂടിയ താമരക്കണ്ണൻ ഇതാണ് അംബുജാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൃദയാംബുജം പറഞ്ഞാൽ ഹൃദയകമലം. അപ്പോൾ ആ ഹൃദയകമലം എന്ന് പറയുന്നത് അവ്യക്തമാകുന്നു എന്ന് പറയുകയാണ്. അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പ്രളയ കാലത്ത് എന്താണ്, ഈ സൃഷ്ടിക്കൊക്കെ മുമ്പ് എന്തായിരുന്നു? ഈ സത്വരജ 3 ഗുണങ്ങൾ, സത്വരജ തമോ ഗുണങ്ങളൊക്കെ സന്തുലിതമായ അവസ്ഥയിലായിരുന്നു അല്ലേ? അത് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല, ഇളക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ. അങ്ങനെയായിരുന്നു ഈ പ്രളയകാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അവസ്ഥയെയാണ് അവ്യക്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹൃദയാംബുജം, ഹൃദയകമലം എന്ന് പറയുന്നത്, ഭഗവാന്റെ ഹൃദയകമലം എന്ന് പറയുന്നത് അവ്യക്തമാകുന്നു എന്ന് പറയുകയാണ്. കുക്ഷി സമുദ്രനിഭ, കുക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? വയറ്. സമുദ്രനിവഹം, നിവഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം, സമുദ്രത്തിന്റെ കൂട്ടം. ഭഗവാന്റെ കുക്ഷി വയറ് എന്ന് പറയുന്നത് സമുദ്രങ്ങളുടെ കൂട്ടമാകുന്നു എന്ന് പറയാം. സമുദ്രം എന്ന് പറയാൻ അനേകം നദികൾ ഇങ്ങനെ ഒഴുകി ചേർന്നിട്ടാണ് അല്ലേ സമുദ്രത്തിലേക്കാണ് ഒഴുകിച്ചേരുക. അപ്പോൾ അതുപോലെ ഈ പ്രളയകാലത്ത് സർവ്വചരാചരങ്ങളും പ്രപഞ്ചവും ഒക്കെ ഈ ഭഗവാന്റെ ഉള്ളിലേക്കാണ് ലയിച്ചു ചേർന്നത് അല്ലേ? ആ ഒരു അർത്ഥവും ഇവിടെ എടുക്കാനായിട്ട് പറ്റും. വസനന്തു സന്ധ്യേ, വസനം എന്ന് പറഞ്ഞാൽ വസ്ത്രം. തു പറഞ്ഞ ആകട്ടെ. സന്ധ്യേ, സന്ധ്യ പറഞ്ഞ സന്ധ്യകൾ. നമുക്കറിയാം രാവിലെ ഇപ്പോൾ രാത്രി കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ആവുന്നതിന് മുമ്പുള്ള ആ തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, അതാണ് അത് പ്രാതസന്ധ്യ എന്ന് പറയുക. അതുപോലെ നമ്മൾ രാത്രി ഇരുട്ടുന്നതിന് മുമ്പുള്ള ആ സമയം അത് സായം സന്ധ്യ.
അങ്ങനെ 2 തരത്തിലുള്ള സന്ധ്യകൾ നമ്മൾ സന്ധ്യേ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ വസ്ത്രം എന്ന് പറയുന്നത് സന്ധ്യയാകുന്നു, സന്ധ്യകളാകുന്നു. ശേഫ പ്രജാപതി, ശേഫ പറഞ്ഞാണ് ലിംഗം, റീപ്രൊഡക്ഷൻ ഓർഗൻ. അതെന്താണ്? പ്രജാപതിയാകുന്നു. പ്രജാപതി എന്ന് പറഞ്ഞാൽ ദേവന്മാരെക്കാളും കുറച്ച് മുന്തിയിട്ടുള്ള അവരെയാണ് പ്രജാപതി എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ലിംഗം എന്ന് പറയുന്നത് പ്രജാപതിയാകുന്നു. വൃഷണൗച മിത്ര, വൃഷണങ്ങളെ എന്ന് പറയുന്നത് മിത്രദേവനാകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ പൃഷ്ഠം എന്ന് പറയുന്നത്, പിൻഭാഗം എന്ന് പറയുന്നത് അധർമ്മമാകുന്നു. മനസ്സ് എന്ന് പറയുന്നത് ചന്ദ്രനാകുന്നു. അതുപോലെ ഹൃദയകമലം എന്ന് പറയുന്നത് അവ്യക്തമാകുന്നു. സത്വ രജ തമോ ഗുണങ്ങൾ അസന്തുലിതമായ അവസ്ഥ, അതാണ് അവ്യക്തം. അതുപോലെ വയറ് എന്ന് പറയുന്നത് സമുദ്രങ്ങളുടെ കൂട്ടമാകുന്നു. വസ്ത്രം എന്ന് പറയുന്നത് സന്ധ്യകളാകുന്നു. ഭഗവാന്റെ ലിംഗം എന്ന് പറയുന്നത് പ്രജാപതിയാകുന്നു. വൃഷണങ്ങൾ എന്ന് പറയുന്നത് മിത്രദേവനാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ശ്ലോകം ഞാൻ കൂടി വായിക്കാം. പൃഷ്ടന്ധ്വധർമ്മ ഇഹ ദേവ മനസ്സുധാംശുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷി സമുദ്ര നിവഹാവസനം ദുസന്ധ്യേ ഛേഫ പ്രജാപതിരസൗ വൃഷണൗ ച മിത്ര. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.